നാളെ ഇത്തിരി നേരത്തെ ഇറങ്ങണം കേട്ടോ. ബൈ ബൈ. മറക്കല്ലേ? ഓക്കെ. കൊന്നു തിന്നാനുള്ള ദേഷ്യമുണ്ട് എന്നോട് അല്ലേ? അയ്യോ എന്തിന്? ഞാൻ കാരണമല്ലേ അന്ന് ആ കള്ളൻ മിസ്സായത്? കള്ളൻ മിസ്സായത് എന്റെ സമയദോഷം കൊണ്ട്. ഇനിയിപ്പോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ആഗ്രഹിക്കുന്നതിന് പ്രത്യേകിച്ച് കാശ് മുടക്കൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അമിതമായി എന്തൊക്കെയോ ആഗ്രഹിച്ചു. പണ്ട് കാരണവന്മാർ പറയാറുണ്ട്, ആകാശം മുഴുക്ക ഉന്നം വെച്ചാലേ തെങ്ങിന്റെ മണ്ടയിലെങ്കിലും കൊള്ളുന്നു. ഇനിയിപ്പോ അമ്പും വില്ലും നഷ്ടപ്പെട്ടവൻ എന്ത് ഉന്നം. വീട്ടിലറിയിച്ചോ? ഇല്ലില്ല, മാസാമാസമുള്ള മണി ഓർഡർ കിട്ടാതെ വരുമ്പോ അവരറിഞ്ഞോളും. 9 മക്കളിൽ സ്കോളർഷിപ്പും റാങ്കൊക്കെ വാങ്ങിക്കുന്ന സമർത്ഥനായ മകൻ KV ഭാസ്കരൻ. ഭാസ്കരൻ എന്നുള്ള പേരിന്റെ ഇടത് ഭാഗത്തുള്ള KV ഇനീഷ്യല തറവാട്ട് പേര്. പക്ഷെ ഒരു കാര്യമില്ല, പേരിന്റെ വലത് ഭാഗത്ത് MA BA എന്നൊക്കെ എഴുതി ചേർക്കാൻ എന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ അമ്മക്കൊന്നും തിരിച്ചു കൊടുക്കാൻ മകന് പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒക്കെ എന്റെ ജാതകദോഷം. ക്ഷമിക്കണം, ഞാനീ പറഞ്ഞതൊന്നും അഞ്ജുവിന് മനസ്സിലാവില്ല. വലുപ്പവും ചെറുപ്പവും ഒന്നും അളക്കാൻ ഞാൻ മെനക്കെട്ടില്ല. ഫസ്റ്റ് PDCക്ക് പഠിക്കുമ്പോഴേ എനിക്കൊരാളോട് ഇഷ്ടം തോന്നിയിരുന്നു. SI ആയാലും ഇഷ്ടപ്പെടുള്ളൂന്ന് ഞാൻ പറഞ്ഞിരുന്നോ? SIയും പോലീസൊന്നല്ല. ഇപ്പൊ പറഞ്ഞ് വിശ്വസിക്കല്ലോ. എന്റെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ KV ഭാസ്കരനെ ഉള്ളൂ. എടാ ഭാഗ്യനാഥ. ആരാത്? ഞാൻ തന്നെയാടാ. വാടാ വാടാ ഭാഗ്യനാഥ. രണഭൂമിയിൽ ചെന്നേൻ, അമ്പെടുത്തേൻ, വില്ലെടുത്തേൻ, തൊടുത്തേൻ. കൺമതിൽ എങ്ങുമേ ശത്രുവിൻ നിഴൽ പോലും. തൃക്കൺ തുറന്നു പാർത്തപ്പോൾ അറിയുന്നു, ഓർ തുടങ്ങും മുമ്പേ ശിരസറ്റ് വീണിതല്ലോ പ്രതിനായകൻ മങ്കൻ ഭാഗ്യനാഥൻ. ഭാസ്കര, തനിക്ക് എന്തു പറ്റി? യുദ്ധം തുടങ്ങും മുമ്പേ ജയിച്ചു കഴിഞ്ഞവനാടാ ഞാൻ. ഏത് യുദ്ധം? രണഭൂമിയിൽ ചെന്നേൻ, അമ്പെടുത്തേൻ, വില്ലെടുത്തേൻ, തൊടുത്തേൻ. ഭാസ്കര, ജോലി പോയെന്ന് കരുതി താൻ വിഷമിക്കണ്ട. ഐജിയോട് പറഞ്ഞ് നാളെ തന്നെ ജോലി തിരിച്ചെടുക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. അകൃതി കണ്ടാലതിരംഭേയം, ആരാലിവൾ തന്നധരം പേയം, എന്നാൽ അഞ്ജുവിനധരം പേയം. മനസ്സിലായോടാ കഴുതേ? കാണാം നമുക്ക്, കാണാം കാണാം. കാണാം നമുക്ക്, കാണാം കാണാം നമുക്ക്, കാണാം. ഇവനെന്ത് പറ്റി? ഹലോ, എന്താണ് സാർ? അച്ചായൻ ഭാസ്കരനെ സ്വന്തം അനിയനെ പോലെയല്ലേ കരുതിയിരിക്കുന്നത്? അതെ സാർ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മറ്റാരും അറിയാൻ പാടില്ല. ജോലി പോയത് ഇത്രയധികം മാനസിക പ്രശ്നങ്ങൾ അവൻ ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അച്ചായ, ഭാസ്കരന് വട്ടായി. ഭ്രാന്ത്. ഭ്രാന്തോ? ഭാസ്കരനോ? അല്ല, ഭാസ്കരനോ? അതെ അച്ചായ. ഇവിടെ വന്ന് എന്റെ അടുത്തും കൊച്ചാപ്പിയുടെ അടുത്തും തെലുങ്കിലും സംസ്കൃതത്തിലും കുറെ ശ്ലോകങ്ങൾ പാടി. അക്രമവാസന തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു ചെറിയ സംശയം. ഇന്ന് തന്നെ കീഴാശ്ശേരി മനയിൽ പോയി നെല്ലിക്ക തളത്തിനുള്ള ഏർപ്പാട് അച്ചായൻ ചെയ്യണം. ശരി സാർ. അച്ചായ, ഈ കത്തിയൊക്കെ വഴി കൊണ്ടിട്ടത്. അച്ചായ, അച്ചായ, ഇനി എനിക്കൊന്നും പേടിക്കാനില്ല അച്ചായ. അയ്യോ അച്ചായ, 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 ഇതെടുത്തോ. മതി. മതിയാ? ആ, പാപ്പോ. ഒളിച്ചോ ഒളിച്ചോ. ഇവിടെ ഒരു ഷോപ്പിംഗ്. എന്തോ ഷോപ്പിംഗ്? ചിപ്സ് ചിപ്സ്. ചിപ്സോ? നമ്മളൊക്കെ ക്രിസ്ത്യാനികളെ എന്നിട്ട് ഓടിക്കില്ല. അയ്യോ,
ഒക്കെ മനസ്സിലുണ്ട്. തനിച്ചിരുന്ന് വായിക്കാണോ? ആരാ മോളെ? ഒരു കൂട്ടുകാരിയാ മമ്മി. മമ്മിയാ? പോയി. ഇല്ല ഇല്ല, വിവാദം വന്നപ്പോ പുറത്തിറങ്ങാൻ മടിയായല്ലേ? പുറത്തിറങ്ങാത്തത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ചെറുതായിട്ട് കാല് തെറ്റിന്ന് വീണേ. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ മുറിവോ തലക്ക് കെട്ടോ അങ്ങനെ ഒന്നുമില്ല. വീണതിന് ശേഷം ചെറിയൊരു ജലദോഷം, അത്രേ ഉള്ളൂ. പിന്നെന്തൊക്കെയാണ്? ഞാൻ ഭീകരനെ കണ്ടു. ഭീകരനോ? ഏത് ഭീകരൻ? 50 ലക്ഷം വിലയുള്ള ഭീകരൻ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞത് സത്യമാണ്. കാരണത്ത് അയാൾ സാധാരണക്കാരനെ പോലെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു നിമിഷം ശ്വാസം കിട്ടിയില്ല, എന്റെ കണ്ണു തള്ളിപ്പോയി. ചുമ്മാ അച്ചായ, 50 ലക്ഷം വിലയുള്ള തലയും വെച്ചോണ്ട് അച്ചായന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ ഭീകരന് വട്ടായിരിക്കണം. എന്റെ മുമ്പിൽ നിൽക്കുന്ന നീ ഭാസ്കരൻ തന്നെയാണോ? ആണെങ്കിൽ എന്നാ ഞാൻ കണ്ടത് ഭീകരനെ തന്നെയാണ്. ഇതിനിടയിൽ കയ്യിൽ കിട്ടിയ ഈരാജ് പിന്നെയും പിടിവിട്ടു. അവന്റെ തുണിയായത്. അച്ചായൻ ഈടെയായിട്ട് കാര്യമായ എന്തോ താറാറുണ്ട് കേട്ടോ. അല്ലേ പിന്നെ ആ ഭാഗ്യനാഥൻ എനിക്ക് വട്ടാണെന്ന് പറഞ്ഞപ്പോ അത് വിശ്വസിച്ച് എന്നെ ഈ പരുവത്തിലാക്കോ? അത് ഇതുപോലല്ല, ഇഷ്ടമാണെങ്കിൽ വിശ്വസിക്കാം. യെസ്, സബ് ഇൻസ്പെക്ടർ ഭാഗ്യനാഥൻ ഹിയർ. ഭീകരനോ? എവിടെ? നിങ്ങളാരാ? ഹലോ ഹലോ, ഈ വിവരം നിങ്ങൾ വളരെ രഹസ്യമായി സൂക്ഷിക്കണം. എത്രയും പെട്ടെന്ന് പോലീസ് സന്നാഹങ്ങളുമായി ഞാൻ അവിടെ എത്തിക്കൊള്ളാം. ഓക്കെ? ഭീകരനോ? അതെ, ഗാന്ധിനഗറിലെ ഒരു ഒഴിഞ്ഞ വീട്ടിൽ ഭീകരൻ ഒളിച്ചിരിപ്പുണ്ടെന്ന് അജ്ഞാതന്റെ ഫോൺ കോൾ. ഭാഗ്യദേവത ഈ ഭാഗ്യനാഥനെ അനുഗ്രഹിച്ചിരിക്കുന്നു. പദവിയും പണവും നമ്മളെ തേടിയെത്താൻ പോകുന്നതാ കൊച്ചപ്പി. ധീരനും നാടിന്റെ രോമാഞ്ചവുമായ എസ് ഐ ഭാഗ്യനാഥൻ നാടകീയമായ ഒരു ഏറ്റുമുട്ടലിലൂടെ വിവരം സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ രാജ്യത്തിന് ഭീഷണിയായ ഈ ഭീകരനെ അറസ്റ്റ് ചെയ്ത എസ് ഐ ഭാഗ്യനാഥിന് അഭിനന്ദനങ്ങൾ. ഓ, 50 ലക്ഷം പേരിൽ മാത്രമല്ല, ജീവിതത്തിൽ നീ ഭാഗ്യവാനായല്ലോ എന്റെ ഭാഗ്യനാഥ മരുമകനെ. എന്താ വണ്ടി തന്നെ ഇരിക്കുന്നേ? അകത്തേക്ക് വാ മോനെ. ഉപചാരങ്ങളൊന്നും ഇപ്പൊ വേണ്ട. അയ്യോ, നിന്റെ മുറപ്പണിന്റെ വീട്ടിൽ എന്ത് ഉപചാരം. ഭാഗ്യേട്ടൻ ഭീകരനെ പിടിച്ചുവെന്ന് കേട്ടപ്പോൾ എന്ത് സന്തോഷമായിരുന്നു എന്റെ മോക്ക്, അല്ലേ ചന്ദ്രമതി? പണവും പ്രതാപവും വന്നപ്പോ അമ്മാവന്റെ മുന്നിൽ ഭാഗ്യനാഥൻ യോഗ്യനായി അല്ലേ? ചത്തു ചീർത്ത പോത്തിന്റേത് പോലത്തെ ഈ മോന്ത നോക്കി ഇനിയെങ്കിലും ഒരു നഗ്ന സത്യം നിർവചിക്കട്ടെ. നായയുടെ വർഗവിരോധം, ചെന്നായുടെ ക്രൗര്യം, ലക്ഷമെന്ന് കേൾക്കുമ്പോൾ കഴുകന്റെ ആർത്തി, എല്ലാം ചേർന്നൊരു സത്വം. അതാണ് എന്റെ അമ്മാവൻ. ഭാഗ്യനാഥ, ശബ്ദിക്കരുത്. ഒന്നും ഞാൻ മറന്നിട്ടില്ല. ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ചോരക്കുഞ്ഞ് പെണ്ണാണെന്നറിഞ്ഞ അന്ന് രാത്രി മുതുമുത്തച്ഛന്മാര് പറഞ്ഞ വാക്ക് നീ മറന്നോ ഭാഗ്യനാഥ? ഇല്ല, അത് മാത്രം എനിക്ക് മറക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കണ്ടീഷൻ, അഞ്ജുവിന്റെ കാര്യത്തിൽ ഇനി നിങ്ങളുടെ ഔദാര്യം എനിക്ക് ആവശ്യമില്ല. അച്ഛനെയും അമ്മയെയും ധിക്കരിച്ച് അഞ്ജു ഇപ്പോ ഈ നിമിഷം എന്റെ കൂടെ ഇറങ്ങി വരണം. എന്തിനാ ധിക്കരിക്കുന്നേ? ഞങ്ങളായിട്ട് എന്നെ അനുഗ്രഹിച്ചയക്കാലോ. വേണ്ട, ഇവൾ നിങ്ങളെ ധിക്കരിച്ചിറങ്ങി വരണം. അഞ്ജുവിന് വേണ്ടി 5 വരെ ഞാൻ എണ്ണും. അതിനുള്ളിൽ ഈ കരം ഗ്രഹിച്ചാൽ അഞ്ജു ഭാഗ്യനാഥന്റെ ഭാര്യയാവും. നാണാവുന്നുണ്ടല്ലേ? കുഴപ്പമില്ല, ഞാൻ കണ്ണടച്ചേക്കാം. 1 2 3 4 5 ഞാനിവിടെ വേണമെങ്കിലും വരാം, ആര് വേണമെങ്കിലും ധിക്കരിക്കാം.
കൊച്ചപ്പി ഞാൻ ഭീകരനെ പിടിച്ചെന്നൊരു സ്വപ്നം. മനസ്സിലായി സാറിന്റെ മറ്റേ ലയനെ. ഭീകരൻ ഭീകരനോ? പിടിക്കവനെ. ഞാൻ തന്നെ പിടിക്കും. 50 ലക്ഷവും വീരചക്രവും ഞാൻ വാങ്ങിക്കും. നിങ്ങൾ ആരും ഭയപ്പെടരുത്. ഭീകര, നിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു. ഭീകര, തോക്ക് ചൂണ്ടി വിരട്ടുന്നത് ഭീരുത്വമാണ്. ധൈര്യമുണ്ടെങ്കിൽ തോക്കില്ലാതെ വാടാ, ഞാൻ റെഡി. നിന്റെ ക്യാക്യൊന്നും എന്റെ അടുത്ത് വേണ്ട. അടുക്കരുത്, എന്റെ സമനില തെറ്റിക്കരുത്. അടുക്കരുത്. अच्छी तरह से सुन लो, सब लोग अपने बंदूक फेंक दो, नहीं तो इस बेचारे को मार डालूंगा। फेंक दो, फेंक दो। मैं 3 तक गिन लूंगा, उसके अंदर बंदी की नीचे होना चाहिए, नहीं तो इस टीम को मार डालूंगा। Drop your guns. चुप रहो। हट जा, हट जा, रास्ता से हट जा। हट जा। रुक जा। Get him! Pass! Come on, pass! അയാൾ കുനിയുന്നു. അതുകൊണ്ട് ബെൽറ്റ് പോകുമ്പോണ്ടാവും. അയ്യോ. Laying position. Get up. അങ്ങനെ ബോംബ് പൊട്ടി ചാവണമെങ്കിൽ ചാവട്ടോ. ഇല്ല. रुक जाओ. हम फायर करेगा. बोला रुक जाओ. Come on, pass. ഈ വീട് ചുറ്റി വളയൂ. എന്താ അറിയില്ല. ഭീകരൻ
നേരാണോ ചായ? ഭീകരനാണോ അത്? അതേടാ, ഈ ഭീകരനെ തന്നെയാണ് ഞാൻ കണ്ടത്. ഇവനെങ്ങനെ ഇവിടെ എത്തി? നമ്മളെ കൊല്ലാനായിരിക്കും. ഭഗവാനെ, കർത്താവേ. हिंद्रन बिल्ला, बाहर आकर सरल हो जाओ, वरना इस पूरे घर को जलाकर राख कर दूंगा, समझे? अब आखिरी बार कहता है, सरेंडर करो। अपने आप को पुलिस का हवाला नहीं करूंगा। उसे भी अच्छा मरना है, मरना है। എന്താ സംഭവിച്ചത്? ആത്മഹത്യ. സൈനൈഡ് ആവണം, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ചാവൂല. ചത്തു? ഇല്ല, ചത്തില്ല. നമ്മൾ ഇവനെ കൊന്നു. എന്ത്? ഈ കിടക്കുന്നത് 50 ലക്ഷം രൂപയാണ് ചായ. ഇവൻ സൈനൈഡ് കഴിച്ചില്ല. ഒരു സംഘടനത്തിലൂടെ നമ്മൾ ഇവനെ കൊന്നു. പൊക്ക് പൊക്ക്. ഇനി വേണ്ടത് സംഘടനത്തിന്റെ ഒച്ചയും ബഹളവും. അച്ചായൻ താങ്ങിക്കോ, ഞാൻ ഇടിക്കാം. Let's move, sir. Hey, no, just wait. കൊന്നു. ഭീകരനെ ഞങ്ങൾ കൊന്നു. അതെ, കൊന്നു. ഞങ്ങൾ കൊന്നു. ഭീകരമായ ഏറ്റുമുട്ടലിലൂടെ ഭീകരനെ ഞങ്ങൾ കൊന്നു. ജീവനോടെ പിടിക്കാൻ ഞങ്ങൾ ശ്രമിച്ചതാണ്, സാധിച്ചില്ല. ഞങ്ങളോട് ക്ഷമിക്കൂ. പോയി. 50 ലക്ഷവും പ്രൊമോഷനും പോയി. It is great, my boys. Really great. നിങ്ങൾ കേരളത്തിന്റെ മാനം കാത്തു, ഇന്ത്യയുടെ മാനം കാത്തു. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് പ്രൗഡ് ഓഫ് യു. We are proud of our department. വാർത്ത വാർത്ത വാർത്ത, ചൂടുള്ള വാർത്ത. അന്താരാഷ്ട്ര ഭീകരനെ കൊന്ന 50 ലക്ഷത്തിന് അർഹരായ 2 പോലീസ് കോൺസ്റ്റബിൾമാർ. വാർത്ത വാർത്ത, ചൂടുള്ള വാർത്ത. തിഹാർ ജയിലിൽ നിന്നും തടവ് ചാടിയ കുപ്രസിദ്ധ ഭീകരൻ ബിന്ദരൻ പിള്ള കൊല ചെയ്യപ്പെട്ടു. ഭീകരനെ കൊന്ന കോൺസ്റ്റബിൾമാരായ KV ഭാസ്കറിനെയും മാത്യു ജോസഫിനെയും ഇന്ത്യൻ പ്രസിഡന്റ് പ്രത്യേകം അഭിനന്ദിച്ചു. ഈ വീരനായകന്മാർക്ക് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്ന 50 ലക്ഷം രൂപ എത്രയും വേഗം നൽകുന്നതാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി.
കണ്ണൂർ ജില്ലയിൽ മുഴപ്പാല എന്ന ഗ്രാമത്തിൽ ആടൂർ മാരാങ്ങലത്ത് രാമൻ നായരുടെയും കുന്നത്ത് വീട്ടിൽ പാർവതി അമ്മയുടെയും 9 മക്കളിൽ 8ാമനായി ജനിച്ച കുന്നത്ത് വീട്ടിൽ ഭാസ്കരൻ ബിരുദാനന്തര ബിരുദത്തിനു ശേഷം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കോൺസ്റ്റബിളായി ചേർന്നു. പഠനകാലത്ത് കലാസാഹിത്യ രംഗങ്ങളിൽ അതീവ തൽപരനായിരുന്ന ഈ യുവാവ് അംഗീകരിക്കപ്പെട്ട ഒരു കോളേജ് യൂണിയൻ ഭാരവാഹി കൂടിയായിരുന്നു.